ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളതിലേക്കാണ് നിർണായക യോഗം ഇപ്പോഴും ഡൽഹിയിൽ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ 2 ദിവസത്തെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി രാവിലെ തന്നെ മടങ്ങിയെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട യോഗം ചേർന്നിരുന്നു. വിമാനത്താവളത്തിൽ തന്നെ യോഗം ചേരുന്ന സാഹചര്യം. അപ്പോൾ എത്രത്തോളം അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഒരു ഇടപെടൽ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവ് കൂടിയാണത്. ആ യോഗത്തിന് ശേഷമുള്ള കൂടുതൽ വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും അദ്ദേഹം തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അതിലൊരു ഉറപ്പില്ല. എന്താണെങ്കിലും അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, നിർണായക പദവിയിലിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഇവരുൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി, ചർച്ച നടത്തി. ഇനി ഏത് തരത്തിൽ ഒരു തിരിച്ചടി നൽകണം എന്നുള്ള കാര്യമാണ് തീരുമാനമാകേണ്ടത്. മാത്രമല്ല, ഈ ഒളിവിൽ പോയ ഭീകരരെ കണ്ടെത്തേണ്ടതുണ്ട്. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. ശ്രീനാഥ് ചന്ദ്രനോടാണ്. ശ്രീനാഥ്, ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റ് എങ്ങനെയാണ് ശ്രീനാഥ്? പ്രത്യേകിച്ച് ഈ ഒളിവിൽ പോയ ഭീകരരെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ചെറിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. എങ്ങനെയാണ് അപ്ഡേറ്റ്? തീർച്ചയായും ഈ പ്രതികളെ കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. അത് വേഗത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു നിർണായകമായൊരു നേട്ടമായി തന്നെ അത് മാറും. കാരണം ഈ പ്രതികൾ വീണ്ടും ഒരിക്കൽ കൂടി ഇത്തരം ഒരു സാഹസത്തിന് മുതിരാതിരിക്കണം. മാത്രമല്ല, അവരിൽ നിന്ന് എത്രയും വേഗത്തിൽ മറ്റു പ്രതികളിലേക്ക്, കാരണം ഇതിൻ്റെ സൂത്രധാരൻ ആര് എന്ന കാര്യത്തിലൊക്കെ ഏതാണ്ട് ചിത്രം വ്യക്തമാകുമ്പോൾ പോലും അതിന് കൃത്യമായ തെളിവുകൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പ്രതികൾ പിടിയിലാകുക പരമപ്രധാനമാണ്. ഈ പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ഇതിനോടകം കിട്ടിക്കഴിഞ്ഞു. ഇതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളുണ്ട്. എന്തിനെ ഈ പ്രദേശത്ത് നിന്ന് തന്നെ ഈ പ്രാദേശികമായി തന്നെ ഈ ദൗത്യത്തിൽ പങ്കെടുത്ത ഈ ഭീകരന്മാർ ഇതിലുണ്ട് എന്ന കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ പോലും ഇപ്പോൾ സേനാ വിഭാഗങ്ങളുടെയും NIAയുടെയും പക്കലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് തിരിച്ച് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തി തിരിച്ചു വരികയൊന്നും ഇനിയിപ്പോൾ അത് സാധ്യമല്ല. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ജീവിതം ഒന്നുകിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ വെടിയുണ്ടയേറ്റ് കൊല്ലപ്പെടുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒളിച്ച് ഇനിയുള്ള കാലം ജീവിക്കേണ്ടി വരും. ഇതാണ് അവർക്ക് മുന്നിലുള്ള യഥാർത്ഥത്തിൽ പോംവഴി. കാരണം എല്ലാവരെയും ഏതാണ്ട് തിരിച്ചറിയാൻ ഇതിനോടകം തന്നെ NIAക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 NIAയുടെ 2 സംഘങ്ങളാണ് ശ്രീനഗറിലും ഒപ്പം തന്നെ ഈ ആക്രമണം ഉണ്ടായ മേഖലയിലും എത്തിയത്. അതുകൊണ്ട് അവർ കാര്യമായ തെരച്ചിലും കാര്യമായ അന്വേഷണവും ഇതുമായി ബന്ധപ്പെടുകയും കൃത്യമായ വിവരങ്ങൾ സേനാ വിഭാഗങ്ങൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് പരിശോധന. അതിർത്തി അടച്ചുകൊണ്ട്, അതിർത്തിയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ജാഗ്രത, നിരീക്ഷണവും ഒക്കെ തന്നെ ആ മേഖലയിൽ അതിർത്തി രക്ഷാ സേനയൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നത് ഏതാണ്ട് ഉറപ്പാക്കും. അതേസമയം ഈ കാടിനുള്ളിലൊക്കെ അവർക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യമുണ്ട്. അതിനെ മറികടന്ന് നമ്മുടെ സുരക്ഷാ സേനകൾ അവരെ എത്രയും പെട്ടെന്ന് പിടികൂടും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിർണായകമായ ചർച്ചകൾ ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്നു. ഈ ക്യാബിനറ്റിന്റെ പ്രത്യേക യോഗം ചേരാൻ പോവുകയാണ്. സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രത്യേക കൗൺസിലിന്റെ യോഗമാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിൽ എന്തൊക്കെ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നതിലും പ്രധാനപ്പെട്ട കാരണം ഈ പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ എന്ന ഏതാണ്ട് ചില വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ അത് വലിയ അമർഷമുണ്ടാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ചരിത്രം ആ തരത്തിൽ പാകിസ്ഥാൻ നമ്മളോട് ചെയ്ത ആ ഭരണകൂടം നമ്മളോട് ചെയ്ത ദുഷ്പ്രവൃത്തികൾ അത്രത്തോളം നമ്മെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അത്രത്തോളം നമുക്കുള്ളിൽ ഒരു വെറുപ്പ് ജനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായും അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയൊക്കെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം അഭിപ്രായങ്ങളൊക്കെ പലരും പങ്കുവയ്ക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകുമോ എന്നുള്ളതൊക്കെ ഇന്നത്തെ ചർച്ചയിലാണ് നിർണായകമായി മാറാൻ പോകുന്നത്. അതേസമയം തന്നെ നമുക്ക് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടി കൃത്യമായൊരു ഓഡിറ്റിംഗ് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല ഇന്ത്യക്ക് നേരെ ഇത്തരം ഒരു ഭീകരാക്രമണം ഇതേ പ്രദേശത്ത് തന്നെ, ഇതേ മേഖലയിൽ തന്നെ ജമ്മു കാശ്മീരിൽ ഉണ്ടാവുന്നത്. സൈന്യത്തിൻ്റെ വാഹനത്തിന് നേരെ ഉണ്ടായ ആക്രമണം കണ്ടതാണ്. അങ്ങനെ ആ തരത്തിലുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടത്തണം.